ആഴക്കടലിന്റെ ശാന്തതയും എന്നാൽ അതിനുള്ളിലെ അഗാധമായ ഊർജവും ഒത്തിണങ്ങിയ നക്ഷത്രമാണ് മീനക്കൂറിലെ ഉത്രട്ടാതി. ഉത്തരവാദിത്തങ്ങളും കുടുംബസ്നേഹവും ഒത്തുചേരുന്ന എന്തിനും ഏതിനും ഒരു പക്വത കാണിക്കുന്നവരാണ് ഉത്രട്ടാതിക്കാർ. എന്നാൽ കാലചക്രത്തിന്റെ ഈ മാറ്റത്തിൽ 2026 ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കേവലം ഒരു മാസക്കാലം എന്നതിലുപരി വലിയൊരു പരിവർത്തനത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2026 ഹൃദയഭാഗത്താണ്. പ്രകൃതി മേടമാസത്തിന്റെ ചൂടിലേക്ക് മാറുന്നത് പോലെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഊഷ്മളമായ പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണിത്. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾക്കും എത്ര പരിശ്രമിച്ചിട്ടും എന്തോ ഒന്ന് തടങ്ങി നിൽക്കുന്നു എന്ന തോന്നലും ഈ ഏപ്രിൽ മാസത്തോടെ മറ്റൊരു ദിശയിലേക്ക് മാറാൻ തുടങ്ങുകയാണ്. ഉത്രട്ടാതിക്കാർക്ക് ശനി നക്ഷത്രനാഥനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം എപ്പോഴും കഠിനാധ്വാനവും പരീക്ഷണങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ ഈ ഏപ്രിൽ മാസം നിങ്ങൾക്ക് നൽകുന്നത് സമാശ്വാസത്തിന്റെ തണലാണ്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും തളരാതെ മുന്നേറാനുള്ള മനക്കരുത്ത് ഈ മാസം പ്രകൃതി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു കർഷകൻ വിത്തിട്ട് മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ അധ്വാനങ്ങൾക്കെല്ലാം ബലം ലഭിച്ചു തുടങ്ങുന്ന ഒരു സന്ധ്യയിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷുക്കണി കാണുന്ന ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത മേഘങ്ങളെ നീക്കി പ്രകാശം പരത്താൻ പോവുകയാണ്. പലപ്പോഴും ഉത്രട്ടാതിക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. സ്വന്തം കാര്യങ്ങളെക്കാൾ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മുൻഗണന നൽകുന്ന നിങ്ങൾ ഈ മാസം നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാൻ നിർബന്ധിതരാകും. ഞാൻ എവിടെ നിൽക്കുന്നു, എന്റെ ലക്ഷ്യങ്ങൾ എവിടെ എത്തി തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയരും. ഈ ആത്മപരിശോധന തന്നെയാണ് ഈ മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തും. ഏപ്രിൽ പകുതിയോടെ സൂര്യൻ ഉച്ചസ്ഥനാകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വാനോളം ഉയർത്തും. എങ്കിലും നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് ജന്മനക്ഷത്രത്തിലൂടെയുള്ള ചില ഗ്രഹസഞ്ചാരങ്ങൾ ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് നിങ്ങളുടെ ചുമലിൽ വച്ചു തന്നേക്കാം. അത് കണ്ട് ഭയപ്പെടേണ്ടതില്ല. കാരണം ഉത്രട്ടാതിക്കാർക്ക് മാത്രം കൈമുതലായുള്ള ക്ഷമ തന്നെയാണ് ഈ മാസം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. ജോലിസ്ഥലത്തെ ശത്രുക്കൾ, സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾ, കുടുംബത്തിലെ ചെറിയ കലഹങ്ങൾ എന്നിവയെല്ലാം ഈ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളെ അല്പം അസ്വസ്ഥരാക്കിയേക്കാം. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതി ഉദിച്ചുയർന്ന സൂര്യനെ പോലെ തെളിമയുള്ളതായിരിക്കും. പ്രത്യേകിച്ചും വിഷുവിന് ശേഷമുള്ള നാളുകൾ നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക രംഗത്തും വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നാണ്. നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുമോ? സാമ്പത്തിക ക്ലേശങ്ങൾ തീരുമോ? ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മാറി സമാധാനം കൈവരുമോ? ആരോഗ്യകാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിങ്ങനെ നിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതീവ സൂക്ഷ്മതയോടെ ഇവിടെ വിശകലനം ചെയ്യുന്നു. വിധിവിശ്വാസങ്ങൾക്കപ്പുറം കർമ്മപഥത്തിൽ ഉറച്ചു നിൽക്കുന്ന ഉത്രട്ടാതിക്കാർക്ക് ഈ മാസം ഒരു വഴികാട്ടിയായിരിക്കും. തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നും ഭാഗ്യത്തെ എങ്ങനെ കൂടെ കൂട്ടാമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. പതറാതെ ആത്മവിശ്വാസത്തോടെ ഈ മാസത്തെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2026 ഏപ്രിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മാസങ്ങളിൽ ഒന്നായി മാറുമെന്നതിൽ സംശയമില്ല. നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മാസത്തെ സമഗ്രമായ ഫലങ്ങളിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിൽ 2026 ഏപ്രിൽ മാസം നിർണായകമായ ചില വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിക്കും. സർക്കാർ ജോലിയിലുള്ളവർക്കും സ്വകാര്യ മേഖലയിൽ ഉയർന്ന തസ്തികകളിൽ ഇരിക്കുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ടാകാമെങ്കിലും നിങ്ങളുടെ പ്രകടന മികവ് അംഗീകരിക്കപ്പെടും. ഏപ്രിൽ പകുതിയോടെ പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരിൽ ചിലർ നിങ്ങൾക്കെതിരെ നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ദീർഘകാലമായി കാത്തിരിക്കുന്ന സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവ് എന്നിവയ്ക്ക് ഈ മാസം അനുകൂലമായ സൂചനകൾ നൽകുന്നു. പ്രത്യേകിച്ച് ഏപ്രിൽ 14 ശേഷമുള്ള കാലയളവ് കൂടുതൽ ശുഭകരമാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാക്കാൻ ഈ മാസം സാധിക്കും. പുതിയ ഓഫറുകൾ വരുമ്പോൾ കമ്പനിയുടെ പശ്ചാത്തലം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഏപ്രിൽ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിടാം. എന്നാൽ മാസാവസാനത്തോടെ ലാഭം വർദ്ധിക്കും. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. പുതിയ നിക്ഷേപങ്ങൾക്ക് മുതിരുന്നതിന് മുൻപ് പരിചയസമ്പന്നരായവരുടെ ഉപദേശം തേടുക. പുതുതായി ജോലി തേടുന്ന ഉത്രട്ടാതിക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ ഫലങ്ങളാണ് ഈ മാസം ലഭിക്കുക. വരവിനോടൊപ്പം തന്നെ ചിലവും വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരും. പഴയ കുടിശ്ശികകൾ പെരുങ്ങിക്കിട്ടാൻ സാധ്യതയുണ്ട്. ലോട്ടറി അല്ലെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ഈ മാസം ഉത്രട്ടാതിക്കാർക്ക് തുണയാകാൻ സാധ്യത
കുറവാണെങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ഉറപ്പായും ലഭിക്കും. വീട് പണി, വാഹന അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ശുഭകാര്യങ്ങൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം കളയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓഹരി വിപണിയിലോ ചിട്ടിയിലോ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ദീർഘകാല നിക്ഷേപങ്ങൾ ലാഭകരമാകുമെങ്കിലും ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള ഊഹക്കച്ചവടം നഷ്ടമുണ്ടാക്കിയേക്കാം. പഴയ കടങ്ങൾ വീട്ടി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ മാസം പുതിയ വായ്പകൾ എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത വേണം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പങ്കാളിയുമായി ചെറിയ പിണക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും സാധ്യതയുണ്ട്. ഈഗോ മാറ്റിവെച്ച് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. പ്രണയബന്ധങ്ങളിൽ ദൃഢത കൂടും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ഈ മാസം അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം ഉറപ്പിക്കാൻ പറ്റിയ സമയമാണ്. കുട്ടികളുടെ പഠനകാര്യത്തിലും സ്വഭാവത്തിലും പുരോഗതി ദൃശ്യമാകും. അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കുടുംബത്തിന് അഭിമാനകരമാകും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കണം. കാൽമുട്ടുവേദന, സന്ധിവേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കി കൃത്യമായ ആഹാരക്രമം പാലിക്കുക. ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ വിശ്രമം ഉറപ്പാക്കുക. അകാരണമായ ഭയം, ഉത്കണ്ഠ, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെട്ടേക്കാം. മനസ്സിനെ ശാന്തമാക്കാൻ മെഡിറ്റേഷൻ, യോഗ എന്നിവ ശീലിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. ഏപ്രിൽ മാസത്തിലെ ചൂട് സംബന്ധമായ അസുഖങ്ങൾ വരാതെ നോക്കണം. 2026 വിഷു ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കത്തിന്റെ സൂചനയാണ്. വിഷു സംക്രാന്തി ബലമനുസരിച്ച് വിഷുക്കണി കാണുന്ന സമയം മുതൽ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറയും. ഈ വർഷം കാർഷിക മേഖലയിലും ഭൂമി സംബന്ധമായ ഇടപാടുകളിലും ലാഭം പ്രതീക്ഷിക്കാം. വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ തീരുമാനിക്കും. ഇത് നിങ്ങളുടെ ഭാവിക്ക് ഗുണകരമാകും. വ്യാഴം അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ വിഷുവിന് ശേഷമുള്ള മാസങ്ങൾ സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കും. ജന്മശനി പലപ്പോഴും നിങ്ങളെ പെട്ടെന്ന് പ്രകോപിതനാക്കിയേക്കാം. സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളെ പോലും ശത്രുക്കളാക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും കരാറുകളിൽ ഒപ്പിടുമ്പോഴും രേഖകൾ 2 തവണ വായിച്ചു നോക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. അനാവശ്യമായ സാഹസങ്ങൾക്കോ കായിക പ്രകടനങ്ങൾക്കോ മുതിരരുത്. നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കുക. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാടായി നടത്തുക. ശനിസ്തോത്രം അല്ലെങ്കിൽ ശനിമന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിപ്പിക്കുക. ഇത് മാനസിക സമാധാനത്തിന് സഹായിക്കും. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ഭിക്ഷാടകർക്കോ കറുത്ത വസ്ത്രമോ എള്ളോ ആഹാരമോ ദാനം ചെയ്യുക. ചൊവ്വ ശനി ദിവസങ്ങളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഭയത്തെ അകറ്റുകയും ചെയ്യും. മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്നത് ജന്മദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം കഠിനാധ്വാനത്തിൻ്റെതാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണ്. എങ്കിലും മാസാവസാനത്തോടെ ഫലങ്ങൾ അനുകൂലമായി വരും. വസ്തു വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 3-ാം വാരം നല്ല സമയമാണ്. വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥയാത്രകൾക്ക് പദ്ധതിയിടും. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം തേടുന്നത് കാര്യസിദ്ധിക്ക് ഉത്തമമാണ്. മാസത്തിലെ അനുകൂല ദിവസങ്ങൾ നോക്കുമ്പോൾ ഏപ്രിൽ 4, 5, 13, 14, 22, 23 തീയതികൾ പൊതുവെ ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ്. ഏപ്രിൽ 8, 9, 18, 19 ദിവസങ്ങൾ പ്രധാന തീരുമാനങ്ങൾ ഒഴിവാക്കുക. 2026 ഏപ്രിൽ മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പരീക്ഷണങ്ങളും നേട്ടങ്ങളും ഒരേപോലെ നൽകുന്ന സമയമാണ്. ജന്മശനിയുടെ സ്വാധീനം നിങ്ങളെക്കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുമെങ്കിലും അതിന്റെ ബലം മധുരതരമായിരിക്കും. ക്ഷമയോടെയും ദൈവവിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങൾക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ആത്മവിശ്വാസം കൈവിടാതെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. വിഷു നൽകുന്ന പുതിയ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കട്ടെ.